പരിശുദ്ധനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ അപ്പ എന്ന് വിളിക്കുന്ന, നമ്മൾ യേശുവെ എന്ന് വിളിക്കുന്ന നമ്മുടെ ഈ കർത്താവുണ്ടല്ലോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലാൻ ടൈമുണ്ട്, ദൈവത്തോട് സംസാരിക്കാൻ ടൈമുണ്ട്, അതിന് പ്രത്യേക വേഷവിധാനമുണ്ട്, അതിന് പ്രത്യേക വ്യക്തികളുണ്ട്. എന്നാൽ ഇന്ന് കൃപാസനത്തോട് അടുത്ത് ചെല്ലാൻ ടൈമില്ല. യേശുവെ നീ ഇപ്പൊ വിളിച്ചാൽ, ഹല്ലേലൂയ. അത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയിൽ ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിന്റെ ഗൗരവം അറിയാത്തത്. ആമേൻ. പലപ്പോഴും ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് അയാൾ എത്ര വലിയ വ്യക്തിത്വമാണ് എന്ന് അറിയാൻ കഴിയണമെന്നില്ല. പക്ഷേ ആ വ്യക്തിയുടെ മഹത്വം മനസ്സിലാകുന്നത് മറ്റൊരാളുടെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോഴാണ്. എന്ന് പറയുന്ന പോലെ കർത്താവിന്റെ കൂടെ നടന്ന് ഈ കർത്താവ് എത്ര നല്ല കർത്താവാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അതിനേക്കാളും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് നമ്മുടെ കർത്താവ് എത്ര പരിശുദ്ധനാണ്. ആമേൻ. എവിടെയെങ്കിലും ശരിയായ നിലയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അധമ അവസ്ഥ നമുക്ക് വെളിപ്പെട്ട് വരും. അപ്പോഴാണ് മാനസാന്തരപ്പെടുന്നത്. കർത്താവേ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കൊണ്ട് പൗലോസ് എഴുത്ത് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് പ്രത്യാശയില്ലായിരുന്നു. അടുത്ത വചനത്തിൽ പൗലോസ് തന്നെ പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരം മനുഷ്യർ ആയിരം വർഷങ്ങളിൽ അന്വേഷിച്ച് നടത്തിന്റെ പരിഹാരം യേശുവിൽ കണ്ടെത്തിയവർ മാത്രം കരമുയർത്തി ശബ്ദമുയർത്തി കർത്താവിന് ഒരു ആരാധന കൊടുത്താൽ, ഹല്ലേലൂയ.